വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് മൈനസിലാണ്. ലേബർ റിലേറ്റഡ് ഡേറ്റ വന്നതെല്ലാം മൈനസിലാണ്. അതുപോലെ താരിഫ് റിലേറ്റഡ് ഇഷ്യൂസും അമേരിക്കൻ മാർക്കറ്റിനെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന ആഴ്ചകളിൽ കൂടുതൽ രാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപിന്റെ പ്രഖ്യാപനവും മാർക്കറ്റിനെ മോശമായി ബാധിച്ചിട്ടുണ്ട്. US ഇൻഡീസസുകളെല്ലാം 1% മുകളിൽ മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ബാക്കിയുള്ള എല്ലാ മാർക്കറ്റിനെയും ഇത് ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഡൽഹി ഇലക്ഷന്റെ ഔട്ട്കമ്മിനോടായിരിക്കും ആദ്യം മാർക്കറ്റ് പ്രതികരിക്കുക. ഗ്ലോബലി നെഗറ്റീവ് ന്യൂസ് ഉള്ളതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് ഒരുപക്ഷെ പോസിറ്റീവ് ആയാലും സെല്ലിംഗ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോഴും ഏതാണ്ട് 84% ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രോ ട്രേഡേഴ്സ് ഏതാണ്ട് ന്യൂട്രൽ സ്റ്റാൻഡിലാണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ ബുള്ളിഷ് പൊസിഷൻ കുറച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് DIAസും അല്പം ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ മാർക്കറ്റിലെ സെന്റിമെന്റ്സ് വളരെ പ്രധാനപ്പെട്ടാണ്. അമേരിക്കൻ താരിഫ് റിലേറ്റഡ് ഇഷ്യൂ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസ് വരുന്നതൊക്കെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ RBIയുടെ പോളിസിയിൽ ബാങ്കിങ് ലിക്വിഡിറ്റി ഇഷ്യൂ കവർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു സൊല്യൂഷൻ പറയാത്തത് ബാങ്കിങ് സ്റ്റോക്കുകളെ മോശമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സെന്റിമെന്റ്സ് നെഗറ്റീവാണ്. പക്ഷേ ടെക്നിക്കൽ ലെവൽസ് വെച്ച് 23,450 360 ലെവലിന് മുകളിൽ നിഫ്റ്റി നിൽക്കുന്നത് പോസിറ്റീവായിട്ടാണ് കണക്കാക്കുന്നത്.